ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ ബോഡി എന്തേ? അറിയില്ല. അതറിയാവുന്നത് നിന്റെ അച്ഛന് മാത്രമാ. എന്നാലും അമ്മ, നിങ്ങൾ രണ്ടുപേരും കൂടി. അയ്യോ മോളെ, മനഃപൂർവ്വം ചെയ്തതല്ല, അറിയാതെ സംഭവിച്ചു പോയതാ. അമ്മ എന്നിൽ നിന്നും മറയ്ക്കുന്നുണ്ടെന്നും എനിക്കറിയാം. ആ സത്യങ്ങൾ എന്താ? വിഷ്ണുവേട്ടനിലേക്ക് എനിക്ക് എത്തണമെങ്കിൽ അതെനിക്ക് അറിഞ്ഞേ നോക്കൂ. വിഷ്ണുവേട്ടൻ സ്വയം മാറി നിൽക്കുകയാണെങ്കിൽ വിഷ്ണുവേട്ടനിൽ എന്തെങ്കിലും കുറ്റബോധം കാണും. ആ കുറ്റബോധം എങ്ങനെ വിഷ്ണുവേട്ടനിൽ വന്നു? നസീറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കിടയിലുള്ള ആ രഹസ്യം എന്താണെന്ന്. നസീറിന്റെ ബാപ്പ അബൂബക്കർ എന്തിനാ വിഷ്ണുവേട്ടനെ അപായപ്പെടുത്താൻ നടക്കുന്നത്? പറ. അമ്മയിൽ നിന്നും ഇതൊന്നും അറിയാതെ എനിക്ക് മുന്നോട്ട് പോകാനാവില്ല. വിഷ്ണുവേട്ടനെ കണ്ടെത്തണമെന്ന് അമ്മ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അമ്മയ്ക്കറിയാവുന്നത് പറയണം. മോളെ, ഇത് അമ്മയുടെ മകളുടെ യാചനയാ. അമ്മയുടെ മകളുടെ കുടുംബം തകർന്നു കാണാൻ അമ്മ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ സത്യം സത്യമായിട്ട് തന്നെ എന്നോട് പറയണം. അമ്മ, അന്നിവിടെ എന്താ സംഭവിച്ചത്? അവിടേക്ക് എങ്ങനെയാ വിഷ്ണുവേട്ടൻ വന്നു പെട്ടെ? ആ കാരണം കൊണ്ടാണോ വിഷ്ണുവേട്ടൻ എനിക്കിപ്പോ നഷ്ടപ്പെട്ടിരിക്കുന്നത്? നിങ്ങൾ അച്ഛനും അമ്മയും കൂടി അറിഞ്ഞുകൊണ്ട് എന്റെ വിഷ്ണുവേട്ടനെ കൊലയ്ക്ക് കൊടുക്കായിരുന്നോ? അയ്യോ മോളെ, എനിക്ക് പറ. ഞാൻ അനുഭവിക്കുന്ന ഈ വേദന കണ്ടിട്ടെങ്കിലും അമ്മയുടെ മനസ്സ് എന്റെ മുന്നിൽ ഒന്ന് തുറക്കമ്മേ. മോളെ, അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്ര ഇക്കാര്യം നിന്നെ അറിയിക്കാതിരുന്നത്. പക്ഷെ വിഷ്ണു മനസ്സുകൊണ്ട് പോലും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു കയ്യബദ്ധത്തിന്റെ പേരിൽ ധർമ്മസങ്കടത്തിലായിപ്പോയ നിന്റെ അച്ഛനെയും അമ്മയും സഹായിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു തെറ്റ് മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ. ഒരു മകന്റെ കടമ. അമ്മ ഇപ്പോഴും അന്ന് അവിടെ എന്താ നടന്നെന്ന് പറഞ്ഞില്ല. ഞങ്ങൾ അന്ന് ടൂറിന് പോയിട്ട് വന്ന രാത്രിയിൽ വിഷ്ണുവേട്ടൻ നമ്മുടെ വീട്ടിലേക്ക് വന്നു. അന്ന് അവിടെ എന്താ നടന്നേ? ഞാൻ പലവട്ടം ഇതേ ചോദ്യം അമ്മയോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം അമ്മ എന്തൊക്കെയോ പറഞ്ഞ് എന്നെ ഒഴിഞ്ഞു മാറി. പറ, അന്ന് രാത്രിയിൽ അവിടെ എന്താ നടന്നേ? അമ്മ പറയാൻ എന്താ നടന്നേന്ന്? പറയാം, ഞാനെല്ലാം പറയാം. എടാ, അറിയാതെ ചെയ്തു പോയൊരു അബദ്ധം, പിന്നെ അത് പുറം ലോകം അറിയാതിരിക്കാനുള്ള ശ്രമം. നിന്റെ അമ്മയ്ക്ക് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു മോളെ. നിന്നോടെല്ലാം തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല. അതിനിടയിലാ അയാളുടെ വരവ്. അതാണ് ഞങ്ങളെ ശരിക്കും വലച്ചത്. ഗോപാലകൃഷ്ണന്റെ സുഹൃത്ത വേലായുധൻ.
ഒരു തുക എന്റെ കയ്യിൽ കിട്ടണം. തുകയോ? ഒരു 10 ലക്ഷം രൂപ. തരുന്നില്ല എന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യൂടാ? നടന്ന സത്യങ്ങളൊക്കെ അങ്ങ് വിളിച്ചു പറയും. കളക്ടർ മോളുടെ പദവി, അന്തസ് എല്ലാം നീ കാരണം വെള്ളത്തിലാവും. കുടുംബശ്രീ ശാരദ പിന്നെ അറിയപ്പെടുന്നതേ കൊലയാളി സ്ത്രീ ശാരദ എന്ന പേരിലായിരിക്കും. അവിടെ മുതലാ ഈ കഥകളൊക്കെ വിഷ്ണു അറിയുന്നതും ഞങ്ങളെ സഹായിക്കാനായിട്ട് ഒപ്പം കൂടുന്നതും. അല്ലാതെ വിഷ്ണുവിന് ഈ കൊലപാതകമായിട്ട് നേരിട്ട് ഒരു ബന്ധവും ഇല്ല. പിന്നെന്തിനാ അബൂബക്കർ വിഷ്ണുവേട്ടനെ ഇല്ലാതാക്കാനായി പിന്നാലെ നടക്കുന്നേ? വേലായുധനെ പോലീസ് പിടിച്ചപ്പോ ആ ബോഡി കണ്ടെത്താനായിട്ട് വിഷ്ണു കമലനെയും കൂട്ടി ഒരു ശ്രമം നടത്തി. ആ ബോഡി അവിടുന്ന് എടുത്തു മാറ്റാനായിട്ട്. ഞങ്ങൾ ആ രാത്രി അവിടെ പോയി എന്നുള്ളത് സത്യം തന്നെയാ. പക്ഷെ അവിടെ ഈ പറയുന്ന ബോഡിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഞങ്ങൾക്ക് മുന്നേ ആരെടുത്ത് മാറ്റിയിരുന്നു. എന്നിട്ട് ആ ബോഡി എന്തേ? അറിയില്ല. അതറിയാവുന്നത് നിന്റെ അച്ഛന് മാത്രമാ. എന്നാലും അമ്മ, നിങ്ങൾ രണ്ടുപേരും കൂടി. അയ്യോ മോളെ, മനഃപൂർവ്വം ചെയ്തതല്ല, അറിയാതെ സംഭവിച്ചു പോയതാ. ഇത് ഞങ്ങള് എവിടെ വേണമെങ്കിലും വന്ന് പറഞ്ഞ് എന്ത് ശിക്ഷ വേണമെങ്കിലും ഏറ്റുവാങ്ങാൻ തയ്യാറാ. ഇനി എന്തിനാ അമ്മ ഒരു ശിക്ഷ? നിങ്ങൾ അച്ഛനും അമ്മയും കൂടി ഒളിപ്പിച്ചു വെച്ച ഈ രഹസ്യത്തിന്റെ പേരിൽ ബലിയാടായിരിക്കുന്നതേ എന്റെ വിഷ്ണുവേട്ടനാ. എന്ത് തെറ്റാമേ നിങ്ങളോടൊക്കെ വിഷ്ണുവേട്ടൻ ചെയ്തത്? സഹായിക്കാൻ നോക്കിയതല്ലേ, കൂടെ നിന്ന് രക്ഷിച്ചെടുക്കാൻ നോക്കിയതല്ലേ? രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ നിങ്ങൾക്കൊക്കെ വേണ്ടിയാ എന്നെ അറിയിക്കാതെ ആ പാവം കിടന്ന് ഓടിയത്. എന്നിട്ട് എന്താ നിങ്ങൾ എല്ലാവരും കൂടി നേടിക്കൊടുത്തത്? ജീവിച്ചിരിപ്പുണ്ടോ, എവിടെയെങ്കിലും ഓടി ഒളിച്ചിട്ടുണ്ടോ, ഒന്നും അറിയില്ല. ഇതെല്ലാം അമ്മ എന്നെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ എനിക്ക് എന്റെ വിഷ്ണുവേട്ടനെ നഷ്ടപ്പെടില്ലായിരുന്നു. ചതിയാണ് എന്നോടും എന്റെ വിഷ്ണുവേട്ടനോടും നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്നത്. ചതിയാണ്. സ്വന്തം നിലനിൽപ്പ് നോക്കി മറ്റുള്ളവരുടെ ജീവിതം ഇല്ലാതാക്കിയിരിക്കുന്ന കൊടും ചതിയോ. എന്റെ പൊന്നു മോളെ, നീ ഇങ്ങനെ ഒന്നും പറയാതെ. ഞാൻ എന്റെ ചങ്ക് പൊട്ടി ചത്തുപോവും. ഞാൻ എങ്ങനെ പറയാതിരിക്കും? അമ്മ തന്നെ പറ. എന്റെ ജീവിതം കൊണ്ടാ നിങ്ങൾ അച്ഛനും അമ്മയും ജയിലിൽ കയറാതിരിക്കാനുള്ള മറ കെട്ടിയിരിക്കുന്ന. മോളെ, ഈ പറയുന്നതൊന്നും അമ്മ മനസ്സിൽ പോലെ ചിന്തിക്കാത്ത കാര്യങ്ങളാ. വിഷ്ണു ഞങ്ങളെ സഹായിക്കാൻ വന്നപ്പോഴൊക്കെ ആ ഭയം എന്നെ അലട്ടിയതാ. പക്ഷെ അത് ഇത്രയും വലിയ ദുരന്തത്തിലേക്ക് ചെന്നെത്തുമെന്ന് ഞാൻ ഓർത്തില്ല മോളെ. ശത്രുക്കൾ പല ഭാഗത്തും ഉണ്ടമ്മ. പലരെയും പല രീതിയിൽ സഹായിക്കാൻ പോയി വാങ്ങിക്കൂട്ടിയത് തന്നെയാ.